ഫ്രണ്ട്സ് മാരിയോട്ടിലാണുള്ളത്. മാരിയോട്ടിലെ ഇഫ്താർ വലിയ പേര് കേട്ടതാണ്. എന്താണ് അതിൻ്റെ പേരെന്തായിരുന്നു? ആ ഹവാദി ഹവാദി കുസിൻ. ആ ഒരു മെനുവിലാണ് ഫുഡ് പ്രത്യേകിച്ചുള്ളത്. ഹവാദി കുസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെഫ് പറഞ്ഞത് പ്രത്യേകിച്ച് റോയൽ ഫുഡാണ്. ജയ്പൂരി അല്ലേ? അറബിക്ക ഒരു റോയൽ ഡിഷാണ് ഈ അവാദി കുഷിൻ. പ്രത്യേകിച്ച് ഹലീം ഐറ്റംസൊക്കെ ഉള്ള പഴയകാല രാജാക്കന്മാരുടെ ഭക്ഷണം എന്നുള്ളതാണ് ഇതിനെ പ്രത്യേകിച്ച് പരാമർശം നടത്തുന്നത്. കൂടുതൽ അറിയണം താല്പര്യമുള്ള ആളുകൾ ഗൂഗിൾ ചെയ്താൽ മതി, അതാണ് നല്ലത്. ഏതായാലും ഫുഡ് അതുപോലെ തന്നെ അതിലുള്ള ഡിഷസ് എല്ലാം ഞാൻ കാണിക്കാം. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെ എത്തിയത് ഫാർസ്റ്റേ ഹോളിഡേസിൻ്റെ ഇതിലാണുള്ളത്. നമുക്കൊരു കേക്ക് അതുപോലെ തന്നെ ഐറ്റംസൊക്കെ നമുക്ക് കോംപ്ലിമെൻ്റാടാ കേക്ക്. നമുക്ക് കോംപ്ലിമെൻ്റ് ഫാർസ്റ്റേക്കുള്ള ത്രൂ ഫാർസ്റ്റേൻ്റെ ഒക്കുപ്പൻസിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാക്കേജിലുള്ളതാണ് നമുക്ക് കേക്ക് ഐറ്റംസ്. നമുക്ക് ഫാർസ്റ്റേൻ്റെ ഗിഫ്റ്റഡ് ആയിട്ടാണ് നമുക്ക് കേക്ക് ഐറ്റംസ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏതായാലും ഇഫ്താറിൻ്റെ ഡിഷ് കാര്യങ്ങൾ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഫ്താറിന് മാത്രമാണ്. പക്ഷേ ഇവിടെ അതല്ലാത്ത ബുഫേകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഉച്ചക്കുള്ള ആഫ്റ്റർനൂൺ ഡിഷസ് എല്ലാം അടിപൊളിയാണ്. നല്ല പ്രീമിയം സ്റ്റൈലുള്ള ഐറ്റംസാണ്. ഏതായാലും മോർ ഡീറ്റെയിൽ ഈ ഒരു പാക്കേജിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഫാർസ്റ്റേൻ്റെ പാക്കേജിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വെർത്തുണ്ടല്ലോ, ആ വെർത്ത് അറിയണമെങ്കിൽ ഞാൻ ഫാർസ്റ്റേൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവരുടെ കോൺടാക്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു എൻക്വയറി നടത്തുക. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നോർമലായിട്ട് ഇതുപോലെയുള്ള പ്രത്യേകിച്ച് മെരിയോട്ടിലും അതുപോലെ തന്നെയുള്ള മറ്റുള്ള സ്റ്റാർ ഹോട്ടലുകളിലുള്ള ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പൈസ നമുക്ക് ചിലവാക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഇല്ലാതെ നമ്മളെ കുടുംബമായിട്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് വേണ്ടത് ഇതുപോലെയുള്ള ഫാർസ്റ്റേനെ പോലെയുള്ള ഒരു സാധ്യത ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നമുക്ക് കുടുംബമായിട്ട് ഇങ്ങനത്തെ ഓരോ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഒരു ഫോൺ കോൾ, ഞാനത് ആ നമ്പർ ഫാർസ്റ്റേൻ്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവരെ വിളിച്ചു നോക്കുക എങ്ങനെയാണ് അതിൻ്റെ പാക്കേജുകൾ, എങ്ങനെയാണ് ട്രാവലിങ്ങിൻ്റെ അതുപോലെ തന്നെ ഹോട്ടൽസിൻ്റെ പാക്കേജുകൾ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുള്ള ക്ലിയർ ഡീറ്റെയിൽസ് അവർ തരും. ഏതായാലും നമുക്കിങ്ങനെ കാണാനുള്ളത് കാണണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് എക്സ്പീരിയൻസ്. റംസാനോട് അനുബന്ധിച്ചുള്ള ഒരുപാട് സിഗ്നേച്ചറുകൾ പല സ്ഥലങ്ങളിലും മാരിയോട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ റംസാൻ കരീം എന്നുള്ള ബോർഡുകൾ. അതുപോലെ തന്നെ തീമൊക്കെ നമ്മുടെ ഒരു ഒരു അറേബ്യൻ സ്റ്റൈലിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾക്ക് ഓണത്തിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആംബിയൻസ് ആയിരിക്കും. നമ്മുടെ മാവേലിയും അതുപോലെ തന്നെ പൂക്കളവും ഒക്കെ ആയിട്ടുള്ള ഇതിന് നമുക്ക് മറ്റുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്, ഒരു അറേബ്യൻ സ്റ്റൈൽ. ഞാൻ ഓരോ ഫുഡുകൾ ഇങ്ങനെ കാണിച്ച് തരാം നിങ്ങൾക്ക്. ഞാൻ ഈ ഫുഡ് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫുഡ് ഏതെല്ലാം ആണത് എന്നുള്ളത് അതിൻ്റെ നെയിം ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ പറ്റുന്നത് കാണിക്കുന്നുണ്ട്. ചിലത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനത് ആ നെയിം ബോർഡ് എടുക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ നെയിം ബോർഡ് നെയിം ബോർഡ് എനിക്ക് അറിയാത്തൊരു ഡിഷ് കണ്ടപ്പോൾ ഞാനത് ആ പേര് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അതുപോലെ തന്നെ യൂട്യൂബിലും സെർച്ച് ചെയ്തപ്പോൾ നമുക്കെന്ത് അതിൽ ആ സാധനം എങ്ങനെ ഉണ്ടാക്കുക, അത് പ്രിപ്പറേഷൻസിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഒരുക്കി വെക്കാൻ അതിന് നമ്മളിവിടെ കണ്ട പോലെ തന്നെയുള്ള അത് നമുക്കിനിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊന്ന്
വീട്ടിലുണ്ടാക്കാമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനങ്ങനെ കുറച്ച് നെയിം ബോർഡുകളൊക്കെ എടുക്കുന്നുണ്ട്. ചില വീട്ടിലിപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അതങ്ങൾ പോസിക്കാൻ മതി. അപ്പം പ്രത്യേകിച്ച് ഞാനത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ അബാദി കുഷ്യനാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതായത് ഒരു റോയൽ ഫുഡാണ്. പ്രത്യേകിച്ച് നമ്മളെ മുഗൾസിൻ്റെയും അതുപോലെ തന്നെ ജയ്പൂരി ഒക്കെ ഉള്ള വലിയ വലിയ രാജാക്കന്മാരുടെ ഭക്ഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളാളുകൾക്കും ഇനിയിപ്പം മേരിയോട്ടിൽ തന്നെ വന്ന് കഴിക്കണം എന്നുണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും പലർക്കും കിട്ടും അത് എങ്ങനെയാണ് അതിൻ്റെ എന്നുള്ള കാര്യം വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഏതായാലും ഇങ്ങനെ ഞാൻ കാണിച്ച് പോകാം. ഏതായാലും ഭക്ഷണങ്ങളെല്ലാം നല്ല എന്താ പറയുക, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറൊന്നാണ്. നമ്മൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കുമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പക്ഷേ അത് ഒരുക്കി വെക്കുന്നിടത്തുള്ള അതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവമാണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ തീം അനുസരിച്ചുള്ള പാത്രത്തിൽ, അതിന് തീം അനുസരിച്ചുള്ള സ്ഥലത്ത്, അതിന് തീം അനുസരിച്ചുള്ള രൂപത്തിലുള്ള അതിൻ്റെ പ്രിപ്പറേഷൻ. ഇത് കണ്ടില്ല, അച്ചാർ ഭരണി തന്നെ അങ്ങനെ തന്നെയാണ് അതിനെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ ബിരിയാണി ആണെങ്കിൽ അത് അങ്ങനെ കണ്ടില്ലേ, കറിയാണ്. അപ്പം അതിന് അതേ രൂപത്തിലുള്ള അതിനോട് യോജിക്കുന്നൊരു പാത്രത്തിൽ അങ്ങനെയാണ് എല്ലാം പ്രിപ്പറേഷൻസ് അതുപോലെ തന്നെ അതിനെ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് പറയാം. അത് ഭയങ്കര അനുഭവം. വെക്കുന്നത് വൃത്തിയിലും വെടുപ്പിലായി തന്നെ അല്ലേ. ഏതായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സൂപ്പൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കഴിക്കുമ്പോൾ പിന്നെ പലർക്കും സംശയം ഉണ്ടോ അതെങ്ങനെയുണ്ട് എങ്ങനെ. കാരണം എന്താ വെച്ചാൽ ഞാനുള്ളത് തുറന്നു വരെ എന്താ അത് അതിൻ്റെ ഊക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പാണെങ്കിൽ. അങ്ങനെ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഓരോ ഐറ്റംസ് എടുത്ത് തുടങ്ങുകയാണ്. അതായത് നമുക്ക് എന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. അതായത് കൂടുതലൊന്നും കഴിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു, കാരണം ഈ നോമ്പറക്കുന്ന സമയമല്ല. അപ്പം കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കുക. അതായാലും പ്രത്യേകിച്ച് നമ്മളെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ്, അതായത് ഫുഡിൻ്റെ നമ്മൾ വല്ലാതെ ഇട്ടിട്ടില്ല. ഫുഡ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം നമുക്കുണ്ട് നമ്മളെ ചാനലിൻ്റെ വഴി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടും മലപ്പുറത്തൊക്കെയുള്ള ഒരുപാട് ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒട്ടുമിക്ക എൻ്റെ യാത്രകൾ ട്രെയിനിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ട്രെയിനിൽ ഒരു ദിവസം പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ഒരു 5-8 പിള്ളേർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട്ടേക്ക് വണ്ടി കയറി പിള്ളേരെ ഞാൻ കാണാൻ എനിക്ക് സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർ വല്ലാതെ അനുഭവമാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഫുഡിനെ പറ്റി. അതേതായാലും നമുക്കതും കൂടി നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊന്ന് ഒരു ട്രയൽ റണ്ണായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഒരു 2-3 ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം റൂം എടുത്തിട്ട് കോഴിക്കോടും മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളും വന്ന് നിന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന പിള്ളേർ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് എന്നറിയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള പല റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ എൻ്റെ ഫുഡുകളൊക്കെ നമ്മളെ ചാനൽ വഴി ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് നന്നായിരിക്കും എന്നുള്ള ഒരു തോന്നൽ അതിൻ്റെ അടിയിൽ നിന്നാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്നുള്ളതും. അതുപോലെ തന്നെ പിന്നെ ഫാസ്റ്റ് നമ്മളെ സപ്പോർട്ടീവ് ഏജൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ധൈര്യം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാൻ ഉദ്ദേശം. ഏതായാലും നമ്മൾ ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കാം. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഏതായാലും ഭക്ഷണം പ്രത്യേകിച്ച് ഒരു ഹെൽത്തി ഫുഡാണ്. ഒരുപാട് മസാലകൾ ഇട്ടിട്ടുണ്ടല്ല, അങ്ങനെയൊന്നുമല്ല. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വല്ലാതെ നമ്മൾ മടുപ്പിക്കാത്ത ഒരു വല്ലാത്തൊരു ഭക്ഷണം കഴിച്ച ഉടനടി തന്നെ നമ്മളെ ചെഫിനെയും കാണാൻ പറ്റി. സിൽജോ ജോർജ് എന്ന മൂപ്പര് പേര്. നല്ല മനുഷ്യൻ. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു ആംബിയൻസ് ആണ്. ഏതായാലും ഒന്ന് വന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാച്ചാൽ അത് കടത് പാക്ക് ചെയ്തിട്ടില്ലേ? ആ പൊളിയാണ്. ചോക്ലേറ്റാണ്. ഹുക്ക കൗണ്ടറിൻ്റെ ആംബിയൻസ് അടിപൊളിയാണ്. നല്ല റോയൽ ലുക്കിൽ. ഞാനേതായാലും സ്മോക്കിംഗ് ഒന്നും അറിയാത്ത ആളാണ്, വലിക്കലും ഇല്ല. പക്ഷെ നമുക്ക് പറ്റിയ പണിയല്ലത്. ഏതായാലും ഇതാണ് സാധനം ഹുക്കൻ്റെ. നമ്മൾ പിക്ചറിലും അതുപോലെ തന്നെ ചില മൂവീസിലൊക്കെ ഞാനങ്ങനെ കണ്ട എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഏതായാലും അത് ചെയ്യുന്ന ആൾക്കാർ ചെയ്തോട്ടെ. ഒരു അറേബ്യൻ കൾച്ചറാണതെന്നാണ് തോന്നുന്നത്.
നമ്മളെ കേക്ക് വരുന്നുണ്ട്. ഏതായാലും കേക്ക് വാങ്ങുന്നത് ഞാനത് നിങ്ങൾക്ക് കാണിക്കാം. ഏതായാലും അതൊക്കെ ഈ ഒരു എന്താ പറയുക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഫാർസ്റ്റേൻ്റെ ത്രൂ ഫാർസ്റ്റേയാണ് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് കേക്കും സാധനങ്ങളും വാങ്ങാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് കേക്ക് കിട്ടി. ഹോട്ടലിൻ്റെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വന്ന് നമുക്കതൊക്കെ തന്നു, കേക്ക് തന്നു. അല്പസമയം മൂപ്പരെ ജോലിൻ്റെ സ്വഭാവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ തയ്യാറാവുകയാണ്. ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസ് ഇനി പ്രതീക്ഷിക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റിൽ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, ഏതായാലും സ്വല്പം മ്യൂസിക് കേൾക്കാം. മേരിയോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നാട്ടിലേക്ക് പോവാണ്. മേരിയോട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഏതായാലും എന്താ നമ്മുടെ കേക്ക് എല്ലാം വാങ്ങി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.